ഹലോ ഓൾ, 10ാം ക്ലാസ് എക്സാമിനേഷൻ്റെ റിസൾട്ട് ഇതാ വന്നു കഴിഞ്ഞു. എല്ലാവർക്കും അതിഗംഭീരമായ മാർക്കാണ് 10ാം ക്ലാസ്സിൽ ലഭിച്ചത്. +1 അലോട്ട്മെൻറ്റ് പ്രക്രിയ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നു മുതലാണ് നമുക്ക് +1 അലോട്ട്മെൻറ്റ് പ്രക്രിയ നടക്കുന്നത്. ആദ്യമായിട്ടൊരു കാര്യം സൂചിപ്പിക്കുന്നു, കംപ്ലീറ്റ് ഓൺലൈൻ വഴിയാണ് എല്ലാ മക്കളും +1 വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തെല്ലാമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള എല്ലാ കാര്യവും നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം. ഏതാണ് വെബ്സൈറ്റ് എന്നാണ് നമ്മൾ ആദ്യമായിട്ട് പരിശോധിക്കേണ്ടത്. ആദ്യമായി ടൈപ്പ് ചെയ്യേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് admission.dge.kerala.gov.in. ഈ കാണുന്ന വെബ്സൈറ്റ് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്കവിടെ 2 ഓപ്ഷൻസ് കാണാൻ വേണ്ടി സാധിക്കും. ഒന്ന് ഹയർ സെക്കൻഡറി, രണ്ടാമത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ ഹയർ സെക്കൻഡറി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ എല്ലാ വിദ്യാർത്ഥികളും ഹയർ സെക്കൻഡറി വൊക്കേഷണലും ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കൊരു ഇൻ്റർഫേസ് കാണാൻ വേണ്ടി സാധിക്കും. അതിനകത്ത് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷനും ഉണ്ടാകും. ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ മക്കളും ആ ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാനായിട്ട്. നമ്മൾ നേരെ ആ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. നേരെ പോകുന്ന വിൻഡോയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് നമ്മൾ അപേക്ഷിക്കാൻ വേണ്ടി പോകുന്ന ജില്ലയുടെ പേര് ഏതാണെന്ന് ടൈപ്പ് ചെയ്യലാണ്. നമ്മൾ കൃത്യമായിട്ട് തന്നെ എല്ലാ മക്കളും ഏത് ജില്ലയിലാണ് അപേക്ഷിക്കാൻ വേണ്ടി പോകുന്നത് വളരെ വ്യക്തമായിട്ട് തന്നെ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ജില്ല സബ്മിറ്റ് ചെയ്യുന്ന ശേഷം നിങ്ങൾക്ക് കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു വിൻഡോ ആണ് കാണാൻ വേണ്ടി സാധിക്കുക. അതിനകത്ത് നമ്മുടെ SLCയുടെ സ്കീം ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതായത് നിങ്ങൾ 2023-24 ബാച്ചാണോ പാസ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ 2007-23 ബാച്ചാണോ, അല്ലെങ്കിൽ CBSE ആണോ, ICSE ആണോ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അതിന് കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ ഏത് സ്കീമിലാണ് പഠിച്ചത് ആ കാണുന്ന സ്കീം എല്ലാ മക്കളും ക്ലിക്ക് ചെയ്യുക. അടുത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നത് രജിസ്ട്രേഷൻ നമ്പറാണ്. നിങ്ങളുടെ ഏതാണോ രജിസ്ട്രേഷൻ നമ്പർ ഒരു തരി പോലും മാറാതെ എല്ലാവരും വളരെ വ്യക്തമായിട്ട് തന്നെ ഏറ്റവും അധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ഭാഗം തന്നെയാണ് നമ്മളുടെ രജിസ്ട്രേഷൻ നമ്പർ. എല്ലാവരും രജിസ്ട്രേഷൻ നമ്പർ വളരെ വ്യക്തമായിട്ട് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പിന്നെ മന്ത് ഓഫ് പാസ് ഉണ്ട്, ഇയർ ഓഫ് പാസ് ഉണ്ട്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. എല്ലാം തന്നെ എല്ലാ മക്കളും വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമാണ് പൂരിപ്പിക്കാൻ വേണ്ടി പാടുകയുള്ളൂ. നമ്മൾ സബ്മിറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഇത്തരത്തിലൊരു വിൻഡോ ആണ് കാണാൻ വേണ്ടി സാധിക്കുക. അതിനകത്ത് സെൻഡ് OTP എന്ന് പറയുന്ന ഓപ്ഷനും എല്ലാ മക്കൾക്കും വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിച്ചു. നമ്മൾ സെൻഡ് OTP ചെയ്യുന്നു. നമ്മുടെ ഏത് ഫോൺ നമ്പറിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ കാണുന്ന ഫോൺ നമ്പറിലായിരിക്കും നമ്മളുടെ OTP വരിക. എല്ലാവരും OTP ടൈപ്പ് ചെയ്യുക, OTP സബ്മിറ്റ് ചെയ്യുക. OTP സബ്മിറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് പാസ്വേഡ് അടിക്കാനുള്ള ഒരു ഓപ്ഷൻ വരും. എല്ലാ മക്കളും പാസ്വേഡ് അടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ഈ കാണുന്ന പാസ്വേഡാണ് നിങ്ങൾ എൻറ്റയർലി ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. അതുപോലെ ഫോൺ നമ്പറും കൃത്യമായിട്ട് നിങ്ങൾ ഏത് ഫോണാണ് ഉപയോഗിക്കുന്നത് ആ കാണുന്ന ഫോൺ നമ്പർ തന്നെ വേണം കംപ്ലീറ്റ് പ്രോസസ്സിൽ ഉപയോഗിക്കുന്നതിനായിട്ട്. സോ അതുകൊണ്ട് ഫോൺ നമ്പർ ഓർത്ത് വെക്കണം, പാസ്വേഡ് ഓർത്ത് വെക്കണം. ഈ കാണുന്ന പാസ്വേഡ് നമ്മൾ ഓർത്ത് വെച്ച് നമ്മൾ പാസ്വേഡെല്ലാം ടൈപ്പ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണ്. രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു യൂസർ നെയിം കിട്ടും. ആ കാണുന്ന യൂസർ നെയിമും പാസ്വേഡും എല്ലാ മക്കളും എവിടെയെങ്കിലും എഴുതി വെക്കണം. കാരണം അതാണ് നമ്മൾ കംപ്ലീറ്റ് ഇനി ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. സോ ഇത്രമേലാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്. നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് പരിശോധിക്കാൻ വേണ്ടി പോകുന്നു. നമ്മുടെ യൂസർ ID എവിടെയാണ് ഉണ്ടായിരുന്നത് അതിൻ്റെ നേരെ താഴെ തന്നെ നമുക്ക് കാൻഡിഡേറ്റ് ലോഗിൻ എന്നൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നമുക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുമല്ലെങ്കിൽ ആദ്യ വിൻഡോയ്ക്കകത്ത് നമുക്ക് കാൻഡിഡേറ്റ് ലോഗിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, നിങ്ങളുടെ പാസ്വേഡ്, അതുപോലെ തന്നെ നിങ്ങൾ ഏത് ജില്ലയാണ് സെലക്ട് ചെയ്തിരുന്നത് ആ കാണുന്ന ജില്ലയും വളരെ വ്യക്തമായിട്ട് ടൈപ്പ് ചെയ്യുക. ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിനകത്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു നമ്പർ ലഭിച്ചിരുന്നല്ലോ, ആ നമ്പർ നോട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. ആ നമ്പറാണ് എല്ലാ മക്കളും ടൈപ്പ് ചെയ്യേണ്ടത്. നമ്മൾ നേരെ തന്നെ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് കാണാൻ വേണ്ടി സാധിക്കും. അതിനകത്ത് അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതെല്ലാ മക്കളും ക്ലിക്ക് ചെയ്യുക. അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞ് ലഭിക്കുന്ന വിൻഡോ ഉണ്ട്. ആ കാണുന്ന വിൻഡോയാണ് നമ്മുടെ പ്രോസസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് രീതിക്ക് നിൽക്കുന്നത്. എല്ലാ മക്കളും വളരെയധികം ശ്രദ്ധാപൂർവ്വം ഫില്ല് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കാണുന്ന സ്റ്റെപ്പ് തന്നെയാണ്. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാവരും വളരെ ശ്രദ്ധാപൂർവ്വം തന്നെ ഫില്ല് ചെയ്യുക. ഈ കാണുന്ന ഭാഗത്താണ് നിങ്ങൾ പഠിച്ച സ്കൂൾ മുതൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഗാർഡിയൻ്റെ പേര്, പാരൻസിൻ്റെ പേര് മുതലായ എല്ലാ പേഴ്സണൽ ഡീറ്റെയിൽസും നമ്മളുടെ ഈ ഒരു ഭാഗത്താണ് ഫില്ല് ചെയ്യുന്നത്. അഡ്രസ്സ് എല്ലാവരും തന്നെ വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് നോക്കി തന്നെ വേണം സബ്മിറ്റ് ചെയ്യുന്നതിനായിട്ട്. നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെയും അതുപോലെ തന്നെ കോ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെയും എല്ലാം തന്നെ കോളം കാണാൻ വേണ്ടി സാധിക്കും. അതെല്ലാവരും എങ്ങനെയാണ് പങ്കെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മാർക്ക് ചെയ്ത് പോകേണ്ടതാണ്. ഈ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന ഇൻ്റർഫേസ് ഇത്തരത്തിലായിരിക്കും. നമ്മളുടെ മാർക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാ മക്കളും അവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങളുടെ എല്ലാ മാർക്കുകളും ടൈപ്പ് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ലഭിച്ച ഗ്രേഡ് ഏതാണോ എല്ലാവരും അതേ ഗ്രേഡുകൾ തന്നെ അവിടെ ടൈപ്പ് ചെയ്യുക. CBSE വിദ്യാർത്ഥികളാണെങ്കിൽ മാർക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഓപ്ഷൻ വരും. മാത്തമാറ്റിക്സിൻ്റെ അവിടെ ബേസിക് മാത്സ് ആണോ സ്റ്റാൻഡേർഡ് മാത്സ് ആണോ, നിങ്ങളെടുത്ത മാത്സ് ഏതാണോ അത് വേണം എല്ലാ മക്കളും ടൈപ്പ് ചെയ്യുന്നതിനായി. ബേസിക് മാത്സ് ആണെങ്കിൽ ബേസിക് മാത്സ് എന്നും, സ്റ്റാൻഡേർഡ് മാത്സ് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് മാത്സ് വേണമെന്നും എല്ലാവരും തന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ അവിടെ ടൈപ്പ് ചെയ്യുക. ഇനി നമ്മൾ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖല നമ്മുടെ സ്കൂൾ സെലക്ഷനും നമ്മുടെ കോഴ്സിൻ്റെ സെലക്ഷനും. എല്ലാ മക്കളും ഏത് കോഴ്സാണ് എടുക്കുന്നത്, ഏത് സ്കൂളാണ് എടുക്കുന്നത്, നിങ്ങളുടെ പ്രിഫറൻസ് എങ്ങനെയാണോ എല്ലാവരും ആ കാണുന്ന പ്രിഫറൻസ് വളരെ വ്യക്തമായിട്ട് ആലോചിച്ച് തന്നെ തീരുമാനിച്ച് എടുക്കേണ്ടതാണ്. എല്ലാ മക്കളും പ്രിഫറൻസ് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രം മുന്നോട്ട് പോവുക. നമ്മൾ ലാസ്റ്റ് വീഡിയോയിലേക്ക് പോവുകയാണ്, സർട്ടിഫിക്കറ്റ് അപ്ലോഡിംഗ് സെക്ഷൻ.
അതിനകത്ത് നമ്മൾ ക്വാളിഫയിങ് എക്സാമിനേഷൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. അവസാനമായിട്ട് നമുക്ക് വരുന്നത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. എന്തെങ്കിലും ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാണുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെയും കോപ്പീസ് എല്ലാവരും തന്നെ ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇതാണ് നമ്മൾ ചെയ്യേണ്ട ലാസ്റ്റ് സ്റ്റെപ്പ്. ആൻഡ് നമ്മളിത് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് അഡ്മിഷൻ പ്രോസസ് നമ്മളിത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അലോട്ട്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കാം. സോ എല്ലാ മക്കളും വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങൾ ഉദ്ദേശിച്ച കോഴ്സ് ഏതാണോ, നിങ്ങൾ ഉദ്ദേശിച്ച സ്കൂൾ ഏതാണോ, എല്ലാവരും അതുപോലെ തന്നെ ലഭിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം മക്കളെ. എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ്.